എല്ലാവരും വീട്ടിലേക്ക് ഇപ്പോൾ വരുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ചു ചോദിക്കാം, നിങ്ങൾ അവിടെ ഉണ്ടോ? ആ അല്ലേ, നമുക്ക് അവിടെ നിന്ന് കാണട്ടോ, ഇവിടെ കാണട്ടോ, പിരിയ ചെയ്യാം. ആരും ഗസ്റ്റൊന്നും വീട്ടിലില്ല. ഇപ്പോൾ ഒരു ഗസ്റ്റും വീട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ വീടുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്തതായിട്ട് ഈ റൂമുകൾ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം 4 ബെഡ്റൂമുണ്ട്, 2 കുട്ടികളെ ഉണ്ടാവും. അപ്പോൾ എന്താ കാര്യം? അത് ഗസ്റ്റായിട്ട് വന്നാൽ താമസിക്കാനേ. ഈ ഗസ്റ്റ് എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ വരാറില്ല. ആരെ വീട്ടിൽ അടുത്ത കാലത്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓന് അത്രയും അടുപ്പുണ്ടാവണം, അല്ലെങ്കിൽ ഓന് അത്രയും ഗതികൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അത്ര സ്റ്റാൻഡ് ഉണ്ടാവണം. ഈ ഒറ്റ കാര്യം കൊണ്ട് ഒരു ഗസ്റ്റ് പോയി. അപ്പോൾ അത് വെച്ച് ആരെ വീട്ടിൽ ഗസ്റ്റ് വന്ന് താമസിക്കുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പോയി താമസിക്കും. അവിടെ ഒരു 10 ദിവസം അവിടെ നിൽക്കും, ഒരു 20 ദിവസം ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ 5 ദിവസം ഇവിടെ നിൽക്കും. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേക്ക് മലബാറിൽ പണ്ടത്ത് നമ്മൾ ചെറുപ്പകാലത്ത് പോയി നമ്മളൊക്കെ പോയി താമസിക്കും കല്യാണം ഉണ്ടെങ്കിൽ. ഇന്ന് കല്യാണം ഉണ്ടായി കല്യാണത്തിന് തലേന്ന് കയറി ബിരിയാണി അടിച്ച് പിറ്റേന്ന് കാണട്ടോ, പിറ്റേന്ന് വരാനൊന്നും വരില്ല. അവർ 1.5 മണിക്കൂർ മുങ്ങി ഫോട്ടോയിൽ പിടിക്കാൻ നമ്മളെ പ്രസൻസ്. അപ്പോൾ ആളുകൾ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്നില്ല. ഗസ്റ്റായിട്ട് വരുന്നത് എന്താ പറയുക, ഗോസ്റ്റായിട്ട് കഴിഞ്ഞു. പണ്ടാറ് കാലം വരാൻ കണ്ടില്ല, വേറെ പണി വരും, ഒരടയും പോയി കിടപ്പോൾ വരാൻ സമയം. അത് സീരിയലോ നല്ല മോഹൻലാലിൻ്റെ സിനിമകളുടെ ടൈമാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ചാപവചനങ്ങൾ ഏറ്റുവാങ്ങണം. അതുപോലെ തന്നെ ഈ പറയുന്ന ബെഡ്റൂമുകൾ നമ്മൾ കൂടുതലുണ്ടാക്കുമ്പോൾ 4 ബെഡ്റൂമുകൾ പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധമുണ്ട്. കുട്ടികളൊക്കെ ഒരു +2 കഴിയുമ്പോഴാണ് അച്ഛനും അമ്മയും വീടുണ്ടാക്കുക. +2 കഴിയുമ്പോൾ വീടിനെ കുറിച്ച് ആലോചിക്കും, ഇനിയൊരു വീടുണ്ടാക്കാം. അപ്പോൾ ചെക്കൻ വിളിക്കും, അച്ഛാ എനിക്ക് ബാത്റൂം കുറച്ച് വലുതാണ് കേട്ടോ. ശരി, നമുക്ക് എനിക്ക് ടബ് വേണേ, അവിടെ അത് വേണേ, ഇത് വേണേ, നമ്മൾ കുറേ റിക്വയർമെൻറ്റ്സ് ഇവർ പറയും. മക്കൾ ഇഷ്ടമല്ലേ വെച്ച് പുത്രവത്സരം കൊണ്ട് ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ച് ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കും. 3500 സ്ക്വയർ ഫീറ്റ്, 4000 സ്ക്വയർ ഫീറ്റ്. ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ നാട്ടിലുള്ള 80 സെൻറ്റ് വിൽക്കണം, എന്നാലും ഇത് ഫിനിഷ് ചെയ്യണം. ഇനി നാട്ടുകാർക്ക് മാറക്കണം. ആ 50 സെൻറ്റ് അവിടെ പോയി. അവസാനം ഈ പറയുന്ന റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ പൈസയും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പൈസയും എല്ലാം നമ്മൾ ലോണെടുത്ത് ആ ഒരു വലിയ സംഖ്യ കടക്കാരനായി ഈ വീട് ഫിനിഷ് ചെയ്തിട്ട് ചെക്കൻ ബാംഗ്ലൂർ IT ക്ക് പോയി. മോള് വീട്ടിൽ നിന്ന് വേറെ IT ക്ക് പോയി. ഇവർ അല്ലെ മോളെ ആരെയും കെട്ടിക്കൊണ്ടു, ഒന്നുകിൽ IT അല്ലെ കെട്ടി, എന്തായാലും കെട്ടിയാൽ പിന്നെ ഈ പറയുന്ന പെൺകുട്ടി ഇവിടെ തീർത്തും ഗസ്റ്റാണ്. എപ്പോഴെങ്കിലും പ്രസവിക്കാൻ മാത്രം വരുന്നൊരാളാണ്, അല്ലാതെ വളരെ സ്ഥിരമായിട്ട് വരികയും ഇടയ്ക്ക് കാറിൽ പാസ് ചെയ്യുമ്പോൾ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, അത്രയും സ്ഥിരമായി താമസിക്കില്ല. കാരണം നമുക്ക് വേറെ വീട് ഇതേവരുണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മോനാണെങ്കിലോ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഒരു ബംഗാളിനെയോ അല്ലെങ്കിൽ ഒരു കർണാടകനെ കൊണ്ടു നോക്കി ഈ വീട് തീരെ പിടിക്കും. അപ്പോൾ ഓടും അങ്ങോട്ടും പോകും. അവസാനം ഈ അച്ഛനും അമ്മയും മാത്രം ഈ വലിയ 4 റൂമിലും കയറാതെ ഏതെങ്കിലും ഒരു റൂമിൽ TV വെച്ച് അവിടെ ഇങ്ങനെ കുത്തിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും വെച്ച് ഗസ്റ്റ് റൂം ഒരിക്കലും തുറക്കപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വീടിൻ്റെ ആവശ്യമില്ല, ഈ 4 ബെഡ്റൂം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇത്രയും വലിയൊരു വീടുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഈ വീട് അടുത്ത തലമുറയ്ക്ക് ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വീടുകൾ അടുത്ത തലമുറയ്ക്ക് ആവശ്യമുണ്ടോ? നമ്മളാരും നമ്മളെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ല. എല്ലാവരും, ഞാനൊക്കെ എല്ലാവരും വേറെ തന്നെ വീടുണ്ടാക്കി താമസിക്കുന്നില്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു നടപ്പാണ്, ഒരു ചടങ്ങാണ്, അതാണ് ഒരു രീതി. 5 സെൻറ്റാണെങ്കിലും 10 സെൻറ്റാണെങ്കിലും 15 സെൻറ്റാണെങ്കിലും ഒന്നും പറ്റില്ലേ വാടക വീടുകൾ കിട്ടുന്നു. നിങ്ങൾക്കറിയാം, നാടോടിക്കാരന് വാടക വീട് ചോദിക്കാൻ പോകുന്നൊരു സീനുണ്ട്. വാടക വീട് ശ്രീനിവാസനും മോഹൻലാലും കൂടി ഒരു വാടക വീട് ചോദിക്കുന്നത്, ആ വാടക വീട് ചോദിക്കുന്നതിൽ മലയാളിയുടെ മനഃശാസ്ത്രം അറിയാൻ പറ്റും. അതുകൂടെ ജസ്റ്റ് കാണാം. വാടക വീട് അന്വേഷിക്കുന്നത് മലയാളി ആലോചിക്കും. അപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ മലയാളിയുടെ സീറ്റ് എന്തായിരിക്കും?